നമസ്കാരം. ഉണ്ണി മുകുന്ദൻ ഗണപതിയായി എത്തുന്ന ഒരു സിനിമയുടെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ജയ് ഗണേഷ് എന്നോ മറ്റുമാണ് ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മധുതി വണ്ണിൽ മുമ്പ് വന്നിരുന്ന ഒരു വാർത്തയിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇത് ഏത് സാഹചര്യമാണ് എന്ന് മനസ്സിലായല്ലോ. മാളികപ്പുറം എന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഇവിടെ ഇറങ്ങിയതിന് ശേഷം അതിൽ ചില ആളുകൾ, ചില റിവ്യൂ ചെയ്യുന്നവരൊക്കെ ഉണ്ണി മുകുന്ദൻ അതിൽ അയ്യപ്പനായിട്ടാണ് അഭിനയിച്ചത് എന്ന തരത്തിൽ റൂമറുകളൊക്കെ പടച്ചു വിടുകയുണ്ടായി. യഥാർത്ഥത്തിൽ അതിലെ ഒരു കഥാപാത്രം, ഒരു കൊച്ചുകുട്ടിയുടെ സങ്കല്പം മാത്രമാണ് ഉണ്ണി മുകുന്ദനെ പറ്റി, അല്ലെങ്കിൽ അതിലെ കഥാപാത്രത്തെ പറ്റി. ഉണ്ണി മുകുന്ദൻ അല്ലാതെ അതിൽ അയ്യപ്പനായിട്ടൊന്നുമല്ല അഭിനയിക്കുന്നത്. മാളികപ്പുറം കുറച്ച് ഭക്തി കൂടി പ്രതിപാദിക്കുന്ന ഒരു സിനിമയായതിനാൽ കുടുംബങ്ങൾ ഏറ്റെടുത്തു, അല്ലെങ്കിൽ അങ്ങനെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഏറ്റെടുത്തു. അത് വലിയ വിജയമായി. അതിനുശേഷം ജയ് ഗണേഷ് എന്ന് പറഞ്ഞ മറ്റൊരു സിനിമ കൂടി മുകുന്ദൻ്റെ ആയിട്ട് അനൗൺസ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഈ മധുതി വൺ, മീഡിയ വൺ ചാനലിലെ ഈ പെങ്കൊച്ചിരുന്ന് വാർത്ത വായിക്കുന്നതാണ് ഉണ്ണി മുകുന്ദൻ ഗണപതിയായിട്ട്, എങ്ങനെയുണ്ട്, ഗണപതിയായിട്ട് അഭിനയിക്കുന്ന സിനിമ അനൗൺസ് ചെയ്തെന്ന് പറഞ്ഞ തരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പല സിനിമകളും, ഇതേപോലെ പേരുകളുള്ള പല സിനിമകളും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴൊക്കെ അതിൽ അഭിനയിക്കുന്ന നായകരെ പറ്റിയൊന്നും ഒരു മാധ്യമങ്ങളും ഇതുപോലുള്ള വിവരക്കേടും വൃത്തികേടും പറഞ്ഞിട്ടില്ല എന്ന് തന്നെ നമുക്കറിയാം. ഇവിടെ രാവണപ്രഭു എന്ന് പറഞ്ഞ ഒരു സിനിമ മോഹൻലാലിൻ്റേതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് അതിൽ രാവണനായിട്ടാണോ മോഹൻലാൽ അഭിനയിക്കുന്നത് എന്ന് ഒരാളും ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അതേസമയം തന്നെ രാക്ഷസ രാജാവ് എന്ന് പറഞ്ഞ് മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴും ആരും പറഞ്ഞു മമ്മൂട്ടി എന്താ രാക്ഷസനായിട്ടാണ് അഭിനയിക്കുന്നത് എന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെ എത്രയെത്ര പേരുകൾ, ഉദാഹരണം പറയാനാണെങ്കിൽ എത്രയെത്ര പേരുകൾ, ഒരു പേര് വെച്ചിട്ട് പോലും അതിൽ നിന്നൊരു വാർത്ത കണ്ടെത്തുകയും അത് വളച്ചൊടിച്ച് ഈ പരുവത്തിലാക്കുകയും ചെയ്യുന്ന മധുതി വൺ പോലെയുള്ള മാധ്യമങ്ങൾ ഈ സമൂഹത്തിലുള്ള കാലത്തോളം സമൂഹത്തിൽ ഒരിക്കലും ശാന്തി വരില്ല, അശാന്തിയായിരിക്കും. ഇതിനെ കേന്ദ്ര സർക്കാർ ഒരിക്കൽ ഇതിനെ നിരോധിച്ചതാണ്. എന്നിട്ട് അവർ സുപ്രീം കോടതി പോയതിനു ശേഷമാണ് ആ നിരോധനം മാറ്റിയെടുത്തുകൊണ്ട് വന്നത്. ഇനിയിപ്പം വീണ്ടും നിരോധിക്കണമെങ്കിൽ പുതിയ നിയമം കൊണ്ടുവന്ന് അത് പാസ്സാക്കിയെടുത്ത് വേണം കൊണ്ടുവരാൻ. ഒരുപക്ഷെ ഇതാണ് ഇവരുടെ തുടർന്നുള്ള ഈ മാധ്യമ പ്രവർത്തന രീതിയെങ്കിൽ വലിയ താമസമില്ലാതെ ഇതിന് പൂട്ടിക്കിട്ടേണ്ട എല്ലാ പരിപാടിയും ഇവർ തന്നെ ഒപ്പിക്കും എന്നാണ് തോന്നുന്നത്.